എല്ലാവർക്കും നമസ്കാരം. മാളയിൽ ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3 മണിയോട് അടുത്ത് പത്ര ഏജന്റിനെ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാൾ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് കാണാം. ഇടത് കൈപ്പത്തിയിലെ തള്ളവിരൽ അറ്റുപോയി. ആളിപ്പോൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴാണ് ചാലക്കുടി VR പുരത്ത് നമ്മുടെ കസ്തൂർബ കേന്ദ്രത്തിൻ്റെ ITയുടെ ഒക്കെ പിറകിലായിട്ട് ഷാജി അനിക്കാളൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരു മുഖംമൂടിധാരീനെ കണ്ടത്. ഷാജി അനിക്കാടൻ കാണുമ്പോൾ അയാളുടെ കയ്യിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. അയാൾ ഈ പറയുന്ന ഷാജി അനിക്കാടനെ കാണുമ്പോൾ പേടിച്ച് ഓടുകയാണ്. പിന്നീട് ഗ്രീൻ വാലി അസോസിയേഷൻ്റെ അവിടേക്ക് പോവുകയും അവിടെ ഒരു പൈലൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിരുന്ന CCTV ക്യാമറയിൽ പെടുകയും ചെയ്തു. ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ കയ്യിലെ ഒരു സംഭവം ഉണ്ട്. ഈ ഷാജി ചേട്ടനായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ ആകെ ഒരു ഭയവിഹലനായിട്ടാണ് ഇയാൾ ഓടിയതെന്നാണ് പറയുന്നത്. ഒരു ചാരനിറത്തിൽ ഉള്ള ഒരു കറുത്ത നിറത്തിലുള്ള ഒരു കോട്ട് പോലത്തെ ഒരു വസ്ത്രമാണ് ഇട്ടിരിക്കുന്നത്. ഓവർകോട്ട് പോലത്തെ തരം തലയിലൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഈ മാളയിലുണ്ടായ സംഭവത്തിലും അത് കണ്ട ദൃസാക്ഷി മറ്റ് ഏജന്റുമാരിൽ ഒരാളായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ആളും പറയുന്നത് ഒരു ചാരനിറത്തിലുള്ള സംഭവം കണ്ടെന്നാണ്. ഈ മാളയിൽ കണ്ട ഈ പത്ര ഏജന്റിനെ വെട്ടിയ ആളാണോ VR പുരത്ത് ഈ ഷാജി എന്ന് പറയുന്ന ചേട്ടൻ കണ്ടത്? യാതൊരുവിധ ഉറപ്പുകളൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു മണിക്കൂർ ഡിസ്റ്റൻസിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കണമെന്നാണ് പറയുന്നത്. കാരണം ഈ പുലർകാലങ്ങളിലും രാത്രികളൊക്കെ ഇതുപോലുള്ള ഭയവിഹലരാക്കുന്ന ഈ പരിപാടി അത് പലതിനും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ നമ്മുടെ സമൂഹത്തിൽ സൈക്കോകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്ന ഒരു സമയമാണ്. ഈ പുലർകാലങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന മോഷ്ടാക്കളോ മറ്റു ആളുകൾക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് വ്യാപൃതരാകുന്ന ആളുകൾക്ക് നേരെ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കും. ഒരു ഭീഷണി സൃഷ്ടിച്ച് അവരെ പിന്നെ ആ ഭാഗത്തേക്ക് കാണാത്ത രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളാണോ? എന്തായിരുന്നാലും ഈ മുഖംമൂടിധാരികൾ അഴിഞ്ഞാടാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പരിഭ്രാന്തിയിലേക്ക് നീങ്ങും. മാളയിൽ 3 മണിക്ക് പത്ര ഏജന്റിനെ വെട്ടുന്നു. 4 മണിയോടടുത്ത് ഷാജി അനിക്കാടൻ എന്ന് പറയുന്ന ആള് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതാ മറ്റൊരു മുഖംമൂടിയെ കാണുന്നു. അയാൾ ഓടുന്നു. CCTV ക്യാമറയിൽ ദൃശ്യമായിട്ടുള്ള സംഗതി കാണുമ്പോൾ കയ്യിൽ ഈ പറയുന്ന ഒരു ആയുധം പോലെ എന്തോ ഒരു സംഭവം, ആയുധമാണോ അതോ വടിയാണോ എന്നറിയില്ല, ആയുധം തന്നെ ഒരു ആയിട്ടാണ് ഓടിപ്പോകുന്നത്. ഇത് ഏതെങ്കിലും ഇവ തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും പോലീസ് വളരെ കൃത്യമായി തന്നെ അന്വേഷണം നടത്തണം. എന്തോ പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ പത്ര ഏജന്റുമാർ, അവർക്കൊക്കെ യാതൊരു സുരക്ഷിതത്തിലാണ്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ വിഷയത്തിലേക്ക് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.